നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒട്ടേറെ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന, ഏറെ കാലമായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയം വന്നിരിക്കുന്നു. വളരെയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ എത്തിച്ചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് സർവ്വവിധത്തിലും അനുഗ്രഹീതമായ ഒരു സമയമാണ് എത്തിയിരിക്കുന്നത്. പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന പുതിയ പുതിയ ജോലികൾ വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് ബിസിനസ് പരമായോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലൊക്കെ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങളും മാർഗങ്ങളും തെളിഞ്ഞു കത്തുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഇതുവരെ അനുഭവിച്ച പല വിധത്തിലുള്ള വിഷമതകൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ മാറ്റം വരാൻ പോകുന്നു. ഇവരുടെ തുടക്കം വലിയ തോതിൽ തന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമയമാണ്. ആത്മീയമായ ഊർജം കൈമുതലാക്കിക്കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന, പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന, ഇവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ ഒരു ഭാഗ്യ സമയത്ത് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത്, ഇവർ പ്രാർത്ഥന നിർഭരമായി ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ ചെയ്ത് ദർശനം ചെയ്ത് അവരുടെ ജീവിതത്തിലെ പുതിയ തുടക്കത്തിന് വേണ്ടി വരവേൽക്കണം. പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം തുറന്നു കൊണ്ടുപോകുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ വിഷമതകളൊക്കെ മാറി കുടുംബത്തിന് ഒന്നാകെ ഐശ്വര്യവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈശ്വര കടാക്ഷം കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹത്തരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർ സൽക്കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കുക. ഈ നക്ഷത്രക്കാർക്ക് പല തരത്തിലുള്ള അവഗണനകളും പരിഹാസവുമൊക്കെ നേരിട്ടിട്ടുണ്ടാകാം. എന്നിരുന്നാലും ഇവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങൾ എത്തിയിരിക്കുന്നതോടുകൂടി ഇവരുടെ കഠിനമായ അധ്വാനത്തിനൊക്കെ ഫലം വന്നു ചേരുന്ന ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ ഇവർക്ക് നല്ല പുരോഗതി ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്നു. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവരെ പരിഹസിച്ചവർ, പുച്ഛിച്ചവർ ഇവരുടെ ഉയർച്ച കണ്ട് ഞെട്ടിത്തിരിക്കുന്ന അവസ്ഥകൾ വന്നു ചേരും. ഇവരുടെ ആത്മീയമായ ഊർജം എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഏറ്റവും അധികം സൗഭാഗ്യ നിർഭരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്ന അശ്വതി നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യ സൗഭാഗ്യങ്ങൾ എത്തിച്ചേരുകയും ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി എല്ലാവിധ ഐശ്വര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ്. സർവൈശ്വര്യം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരോരുട്ടാതി നക്ഷത്രമാണ്. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ സമയമാണ്. ഇവർക്ക് ധാരാളം പണം വന്നു ചേരുന്നതിനും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിനും നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സൗഭാഗ്യ വർധനവ് ഉണ്ടാകുന്നു. ജീവിതത്തിലെ എല്ലാവിധ പ്രാരാബ്ദങ്ങളും ദുഃഖ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിൽ
തെളിഞ്ഞു കത്തുന്ന ഒരു സമയമാണ്. ഭാഗ്യം ഒട്ടേറെ ഉണ്ടാകുന്നു. ഒട്ടേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ഒന്നിനും മുകളിൽ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങൾ മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വളരെയേറെ ഭാഗ്യം ഈ നക്ഷത്രക്കാരെ തുണയ്ക്കുന്ന ഒരു സമയമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയമാണ്. നേട്ടത്തിന്റെ ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സർവൈശ്വര്യം കൊണ്ട് എല്ലാവിധ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഭാഗ്യ സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വരുന്നു. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുകയും ജീവിതത്തിൽ ഐശ്വര്യലബ്ധി വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സൗഭാഗ്യ സമ്പന്നമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒട്ടേറെ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും തൊഴിൽ അഭിവൃദ്ധി നേടുകയും സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഐശ്വര്യലബ്ധിയാണ്, നേട്ടമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ്. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്ന എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സമയമാണ് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്നു. ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ തെളിഞ്ഞു കത്തുന്ന ഒരു സമയമാണ്. ഇവർ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. മഹാ ഐശ്വര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ഭാഗ്യ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒട്ടേറെ ദുഃഖ ദുരിതങ്ങൾ മാറി രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞുകൊണ്ട് ജീവിതത്തിലെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യത്തിന്റെ നാളുകളാണ്. ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന സമയമാണ്. ഭാഗ്യനാളുകളാണ്. എല്ലാവിധ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറുന്ന രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ധാരാളം പണം വന്നു ചേരുന്ന ഒരു അവസരം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. രോഗദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യ ലബ്ധി വന്നു ചേരുന്ന, ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി ശാരീരിക സുഖം വന്നു ചേരുന്ന ഒരു സമയമാണ്. മാനസിക സമ്മർദ്ദം ഇല്ലാതെ തന്നെ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാഭാഗ്യമാണ്, മഹാഐശ്വര്യമാണ്, സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ സമ്പന്നമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറുന്നു. ജീവിതത്തിൽ മാനസിക സമ്മർദ്ദമില്ലാതെ മനസ്സുഖത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു. മികച്ച നേട്ടങ്ങൾ, ഭാഗ്യത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഇവർക്ക് ഉയർച്ചയുടെ സമയമാണ് വന്നിരിക്കുന്നത്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന, മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന, മികച്ച രീതിയിൽ നേട്ടങ്ങൾ കൈമുതലായി വന്നു ചേരുന്ന ഒരു സമയമാണ്. വളരെയേറെ ഭാഗ്യത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും നേട്ടങ്ങളുടെയും ഒക്കെ സമയം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഐശ്വര്യ ലബ്ധി വന്നു ചേരുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യ നക്ഷത്രമാണ്. ചോദ്യ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവർ ആഗ്രഹിച്ച രീതിയിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. ആഗ്രഹിച്ച തൊഴിൽ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്താനുള്ള അവസരങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്. എല്ലാവിധത്തിലുള്ള ഈശ്വരാനുഗ്രഹം കൊണ്ട് സമ്പന്നമാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു.
സൗഭാഗ്യസമ്പന്നമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയമാണ് എത്തിയിരിക്കുന്നത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുകയും വീട് എന്നൊരു സ്വപ്നം പൂണിയുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയുന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.